ജാതിപ്പഴം ജാതി ബ്രാനുകള അപ്പുറത്ത് അത് കാര്യമായി തോന്നുന്നു. അവിടെ ഉണ്ട് ബ്രാൻ. ആ ടാങ്കിൽ 2 ടാങ്ക്. ഇത് മീനിൻ്റെ ഇതുണ്ടാ. ഇതൊന്നല്ല ഇവിടുത്തെ വയററ്റി അടിപൊളി സംഭവങ്ങളാ. ഈ വഴി പോകുന്നവർ കടയിൽ കയറിക്കോ. അടിപൊളി സംഭവമാണ്. സംഭവം കഴിഞ്ഞാൽ പൊളിയാണ്. മുട്ടണ്ട അവിടെ വെട്ടി കൊടുക്കണം. വെട്ടി മീനെ നന്നാക്കി കൊടുക്കണം. മീൻ വെട്ടി കൊടുക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ വേറെ സംഭവമുണ്ട്. കാണിച്ചതാ. മീനുകളൊക്കെ പീസാക്കി വറുത്ത് കൊടുക്കും. ഇവിടെ വറുത്ത് കഴിക്കാം. ചെമ്മീൻ മീനുകളാണ്. കുറെ കഴിഞ്ഞു കേട്ടാ. കഴിഞ്ഞു. ഇതിനോടത്തെ സംഭവങ്ങൾ വയർ മുട്ടണ്ട. ഞാൻ 2 പീസ് കുറക്കാൻ കൊടുത്തിട്ടുണ്ട്. പീസ് കട അതൊരു ബൈപ്പാസിൽ വരുന്ന വഴി കേട്ടോ. കോയമ്പത്തൂർ ബൈപ്പാസ്. ഈ വഴി മേട്ടുപ്പാളയല്ലേ അത്. മേട്ടുപ്പാളയുടെ വിട്ടത് ബൈപ്പാസിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ടാവും ഇങ്ങോട്ട് കടയിലേക്ക്. ഈ വഴി പോകുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഫുഡ് അടിക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട മീൻ ഇഷ്ടപ്പെട്ട് വഴി വറുത്ത് കടിക്കാം. വേണ്ട, ഞാൻ കഴിച്ചു. ഞാൻ 2 പീസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വറുത്തിട്ട് കഴിച്ചിട്ട് പോകുള്ളൂ. അതൊക്കെയാണ് കോഴിക്കോടുള്ള ആ വീട്. കാരണം പരിചയപ്പെടുത്താനാ. കട വീട് എവിടെയാണ്? കോഴിക്കോട്. അവിടെ ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഇതിപ്പോൾ ബൈപ്പാസിൽ നിന്ന് ഇങ്ങോട്ട് എത്ര കിലോമീറ്ററായി കടയിലേക്ക്? 4 കിലോമീറ്റർ ഉണ്ടാവല്ലേ. ഇത് മേട്ടുപാളയം റൂട്ടല്ലേ? അപ്പോൾ ആളെ ഓർത്തിരുന്നോ? കോഴിക്കോട് ആളെ വീട്. ഇതൊരു കട. ഇതൊക്കെ മീനിൻ്റെ പരിപാടി ഉണ്ടോ കാലത്ത്? ആ, പുറത്തേക്ക് വിൽക്കുമോ? അത് പുറത്തേക്ക് കൊടുക്കുമോ? അല്ല, ഇത് ആരെങ്കിലും ഒക്കെ ഒന്ന് ചോദിച്ചു അങ്ങനെ ഇതായിട്ട് കൊടുക്കണ കടയല്ലേ സെയിൽ? ഹോൾസെയിലിൻ്റെ കച്ചവടം വന്നിട്ട് ഞങ്ങൾ വേറെ ബ്രാഞ്ച് അവിടെ ഹോൾസെയിൽ. ഞാനേ ഇങ്ങനെ പോകുമ്പോൾ കണ്ടാണ് ഈ കട. ഞാൻ ഭക്ഷണം ഉണ്ടോ ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ വണ്ടി ഇവിടെ സൈഡിൽ നോക്കിയിട്ടിട്ട് ഇത് കിടന്നതാ. മീൻ വറുത്ത കഴിച്ചു, പൊറോട്ട കഴിച്ചു. ഇപ്പോൾ 2 പീസ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. വണ്ടി ഞാൻ അവിടെ നോക്കിയിട്ടുണ്ട്. കിടക്കണം നമ്മുടെ മൂരിക്കൊട്ട അടാ. വെയിറ്റൊക്കെ ഇട്ടിട്ട് കിടക്കണ ഈ കട മറക്കണ്ടടാ. ബായ്. ഞാൻ അടുത്തതിൽ കാണാം.